രക്തത്താലെഴുതിയ വിൽപത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു. എന്നും നിനക്കായി നൽകുന്നു ഞാൻ എന്റെ ഈ സ്നേഹ സമ്മാനം. രക്തത്താലെഴുതിയ വിൽപത്രത്തിൽ എന്റെ കർത്താവ് കുറിച്ചു വച്ചു. എന്നും നിനക്കായി നൽകുന്നു ഞാൻ എന്റെ ഈ സ്നേഹ സമ്മാനം. എന്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. എന്റെ അമ്മ ഇനി നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. കർത്താവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ സ്വർഗത്തിൽ എഴുന്നള്ളി കുറെ കാലം കഴിഞ്ഞപ്പോൾ മറിയമേക ലോകത്തിൽ നിന്നും മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ടു എന്ന് ധ്യാനിക്കാം. ഈ ദിവരഹസ്യം ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി കുരിശിൻ ചുവട്ടിൽ വെച്ച് നൽകപ്പെട്ട ആ അമ്മയെ ഓർക്കാം. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. ആ വലിയ സംഭവം വലുതായിരുന്നു. ഇന്നും നൽകപ്പെട്ട അമ്മ നമ്മുടെ സ്വന്തമായത് അവൻ്റെ ബലിപീഠത്തിന്മേൽ വെച്ചാണ്. അതുകൊണ്ടാണ് ഇന്ന് കുർബാനയിൽ നമ്മൾ ആവർത്തിച്ച് പറയാറുണ്ട്, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിന്മേലുണ്ടാകട്ടെ. ഓരോ ദിവസവും ബലിയർപ്പിക്കുമ്പോൾ ബലിപീഠത്തിൽ അമ്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, ആദരവോടെ നമുക്ക് അമ്മയെ സ്വീകരിക്കണം. നിന്റെ അമ്മയെ സ്വീകരിക്കാൻ, ഇത് നമ്മുടെ അമ്മയാണ്. നമുക്ക് വേണ്ടി നൽകപ്പെട്ട അമ്മയെ നമുക്ക് ആദരവോടെ സ്വീകരിക്കാം. കർത്താവിൻ്റെ കൃപ ധാരാളമായി നമ്മിലേക്ക് ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ, അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മളിവിടെ നിയോഗങ്ങളെല്ലാം അർപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ബലിപീഠത്തിൽ എടുത്തു വെച്ചു. അമ്മ എവിടെയുണ്ട്? അമ്മയ്ക്കരികിലേക്ക്, അമ്മയുടെ കരങ്ങളിലേക്കാണ് നിയോഗങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നത്. അമ്മയുടെ കൈകളിലാണ് അത് ഏൽപ്പിച്ചിരിക്കുന്നത്. ബലിപീഠത്തിൽ അമ്മയുള്ളത് കൊണ്ട് അമ്മയെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അമ്മ അത് പുത്രൻ്റെ മുൻപിൽ സമർപ്പിക്കും. നമ്മളുടെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും ഈ 8 വർഷമായി ഭവനത്തിൽ ഇതിനോടകം വന്നു പോയവരും, ഫോണിലൂടെ കത്തിലൂടെയൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞവരും, മറ്റുള്ളവരിലൂടെ അവരുടെ നിയോഗം ഇവിടെ ഏൽപ്പിച്ചവരുമായി എല്ലാവരും അതൊക്കെ സാധിക്കട്ടെ. കുമ്പസാരിക്കാത്തവർ കുമ്പസാരിച്ചുകൊണ്ട് ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ എൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് അമ്മയെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. വിശുദ്ധ കുർബാനയുടെ മുൻപാകെ കുർബാനയിലേക്ക് എല്ലാവരും നോക്കിയിരിക്കണം. കേൾവിക്കാരാകരുത്. അവയോടൊപ്പം നിങ്ങളുടെ നാവൊന്ന് ചലിച്ചോട്ടെ. പരിശുദ്ധ പരമദിവികാണമേ, എൻ്റെ ഭാഗ്യമേ എന്നോ അല്ലെങ്കിൽ മറിയത്തിൻ്റെ മധ്യത്തിൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ അതിലെ മനസ്സ് ഹൃദയം പൂർണ്ണമായിട്ടും വേറെ ഒന്നിലേക്കും പോകരുതേ. ഒരു ചിന്തയിലേക്കും ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെല്ലാം ഏതാനും പ്രാർത്ഥനകളിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അതിലെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും ഉള്ള പ്രാർത്ഥനയാണെന്ന് ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന സഹോദരിക്ക് ദൈവമേ അഭിഷേകം നിറയപ്പെടുവാൻ വേണ്ടി ആത്മാവിൻ്റെ ശക്തി അവാച്യമായ ഒരു നെടുവീർപ്പോടെ അവർക്കുണ്ടാകട്ടെ. ആ നെടുവീർപ്പോടുകൂടി പ്രാർത്ഥിക്കട്ടെ. എല്ലാവർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അവർക്ക് വ്യക്തികളുടെ പ്രാർത്ഥനയാണിത്. സമൂഹത്തിൻ്റെ തിരുസഭ മുഴുവനും ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ പിതാവ് കൂടുതൽ അഭിഷേകം പ്രാപിക്കുവാൻ വേണ്ടി കർദിനാൾമാർ സംഘം മുഴുവനും ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതായി മെത്രാപ്പൊലീത്ത പള്ളിയിൽ കബറിടത്തങ്ങൾ ഒന്നിച്ചുകൂടി ബലിയർപ്പിക്കുന്നവരും ശുശ്രൂഷ ചെയ്യുന്നവരും എല്ലാവരും ഉണ്ട്. വലിയൊരു അഭിഷേകം അവിടെ ഉണ്ടാകട്ടെ. ദേവാലയ ശുശ്രൂഷകൾ, വിവിധ ദേവാലയങ്ങളിലെ ശുശ്രൂഷകൾ മുഴുവൻ അഭിഷേകമുള്ളതായി തീരുവാൻ വേണ്ടി ഇതെല്ലാവർക്കും ഒരു ശക്തിയായി മാറട്ടെ. ഇവിടുന്ന് ഊർജം എല്ലാ ഭവനങ്ങളിലേക്കും, എല്ലാ ദേവാലയങ്ങളിലേക്കും, എല്ലാ മിഷൻ ദേശങ്ങളിലേക്കും എല്ലാവരിലേക്കും ഉണ്ടാകട്ടെ. ആരെങ്കിലും തളർന്നു വീഴുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിൽ പ്രലോഭനങ്ങൾ, കാരണം ശുശ്രൂഷ കൂടെ പാടാറുണ്ട്, പ്രലോഭനങ്ങൾ ഉണ്ടാകും. എന്നാൽ കർത്താവ് അതിന് പ്രതിവിധി നൽകിയിട്ടുണ്ട്. അതാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത്.
ആ പ്രതിവിധി നമുക്ക് പ്രാർത്ഥിക്കാം. ആരും പ്രലോഭനത്തിൽ തകർന്നു വീഴരുത്. ജഡികതകളോ വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ വിവാഹിത തങ്ങളുടെ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട നീതി കൊടുക്കുവാൻ അത് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഈ ആരാധനയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നീതി ലഭിക്കട്ടെ. അവകാശപ്പെട്ടത് തന്റെ ജീവിത പങ്കാളിക്ക് അവകാശപ്പെട്ടത് കൊടുക്കുവാനായിട്ട് അത് സ്നേഹത്തിലൂടെ അംഗീകാരത്തിലൂടെ ലഭിക്കട്ടെ. ഒന്ന് ആഗ്രഹിക്കേ. അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും ഏൽപ്പിച്ചപ്പോൾ ദൈവത്തിന്റെ പദ്ധതി നിറവേറട്ടെ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് തിരിച്ച്, എൻ്റെ പിതാവ് പ്രവർത്തിക്കുന്നു, ഞാനും അവൻ്റെ പ്രവർത്തനം ഈ സമയത്ത്, ഈ പ്രാർത്ഥനയുടെ സമയത്ത്, മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് ഉണ്ടാകട്ടെ. എല്ലാ മിഷണറിമാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്യ സന്നിധിയിലേക്ക് ഈ നിമിഷം നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കാം. പരമപരിശുദ്ധനായ കർത്താവിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. കർത്താവിന്റെ ആ ദിവ്യ സ്നേഹം കൊണ്ട് നമ്മൾ ഓരോരുത്തരെയും ഇപ്പോൾ നിറക്കി വിടട്ടെ. കർത്താവെ, അവിടുത്തെ വിലയേറിയ തിരിച്ചോര കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ് നമ്മളെ ഓരോരുത്തരെ അറിയുന്നു. നിഷ്കളങ്കയോടെ അവിടുത്തെ അന്വേഷിക്കുമെന്ന് കർത്താവിന്റെ പരിശുദ്ധ വചനം ജ്ഞാനത്തിന്റെ പുസ്തകത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു. അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു. അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുത്തെ തന്നെ വെളിപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി ഇപ്പോൾ മധ്യസ്ഥം വഹിക്കണേ. അമ്മയിൽ നിറഞ്ഞിരുന്ന എളിമ എന്ന പുണ്യം ഞങ്ങൾക്ക് തരണമേ. വിശുദ്ധിയുടെ കിരീടം ഞങ്ങൾക്ക് തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. സകല വിശുദ്ധരെ ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. സകല മാലാക വൃന്ദങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ് നമ്മുടെ പ്രവൃത്തികൾ അറിയുന്നു. അവിടുന്ന് നിങ്ങളുടെ പ്രവൃത്തികൾ പരിശോധിക്കുകയും ഉദ്ദേശങ്ങൾ വിചാരണ ചെയ്യുകയും ചെയ്യുന്നു. കർത്താവ് നമ്മുടെ മനസ്സിന്റെ സൂക്ഷ്മ വ്യാപാരങ്ങളെ അറിയുന്നു. ഹൃദയത്തെ യഥാർത്ഥമായി കർത്താവ് നിരീക്ഷിക്കുന്നവനുമാവുന്നു. നമ്മുടെ നാവിൽ നിന്ന് ഉതിരുന്നെന്ന് കേൾക്കുന്നവരും കർത്താവാണ്. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല എന്ന് കർത്താവിന്റെ വചനം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു. കർത്താവിന്റെ പൂർണ്ണമായി നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവ്, കാരുണ്യനായ കർത്താവ് ഇപ്പോൾ നമ്മളിലേക്ക് കടന്നു വരട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ഹൃദയവാതിൽ തുറന്നു കൊടുക്കുവാന് കർത്താവ് നമ്മളിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ ഹൃദയവാതിൽ തുറന്നു കൊടുക്കാൻ ഓരോ മക്കൾക്കും സാധിക്കട്ടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. വീണ്ടും റോമായിലൂടെ 12-ാം അധ്യായം 2-ാം വാക്യം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. കർത്താവിന്റെ വചനം നമ്മളിലേക്ക് കടന്നു നമ്മളെ അഭിഷേകം ചെയ്യട്ടെ. കർത്താവ് പറയുന്ന മത്തായിയുടെ സുവിശേഷം, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. കർത്താവ് ജെറിക്കോയിലൂടെ കടന്നു പോകുമ്പോ യേശു ആരെന്ന് കാണാൻ സഖേവൂസ് ഹൃദയപൂർവ്വം ആഗ്രഹിച്ചപ്പോ അവന്റെ ഒരു കുറവ്, അവന്റെ പൊക്കക്കുറവ് അവൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അവൻ കർത്താവിന് മുമ്പേ ഓടി വലിയൊരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നത്. കർത്താവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അതിന്റെ തടസ്സം നിൽക്കുന്ന കുറവുകൾ കൂടി നാം കണ്ടെത്തണം. യേശുവിന്റെ യാത്ര തനിക്ക് വേണ്ടി മാറ്റിമറിച്ച വ്യക്തിയാണ് സഖേവൂസ്. സഖേവൂസിന്റെ വീട്ടില് താമസിക്കാനായിട്ട് യേശു ഇറങ്ങി പുറപ്പെട്ടതല്ല. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. എന്നാൽ പാപികളെ തേടി വന്ന കർത്താവിന് ഉരുകിയ മനസ്സോടെ മരക്കൊമ്പിലിരിക്കുന്ന സഖേവൂസിനെ ഉപേക്ഷിച്ച് കടന്നു പോകാനായില്ല. ജന്മന നീതിമാനേക്കാളും കർത്താവിന് ഇഷ്ടം മാനസാന്തരപ്പെടുന്ന പാപിയാണ്. അനുതാപിയുടെ ഹൃദയത്തെ നീതിമാന്മാരുടെ ആത്മാവിനെ നവീകരിക്കാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു എന്ന് യെശയ്യാ പ്രവചനം അരുളി ചെയ്യുന്നു. യേശു പറഞ്ഞു, സഖേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. മാനസാന്തരത്തിന്റെ അനുഭവം ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോ സഖേവൂസ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിന്റെ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇട്ടയായി തിരിച്ചു കൊടുക്കുന്നു. അവന്റെ മാനസാന്തരത്തിന്റെ മറുവിലയായിട്ട് യേശു പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഒരുവൻ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുമ്പോ അവൻ മാത്രമല്ല, അവന്റെ കൂടെ മുഴുവൻ കുടുംബവും രക്ഷ പ്രാപിക്കുകയാണ്. ഇന്നിവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വരുമ്പോ നാം മാത്രമല്ല, നമ്മുടെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കുവാണ്.
ഒരു നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം സമർപ്പിക്കാം. ഈ വലിയ ഭവനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഭവനത്തിന്റെ എല്ലാ നിയോഗത്തിനു വേണ്ടി, ഈ ഭവനത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് വാങ്ങുവാനിരിക്കുന്ന സ്ഥലത്തെയും പ്രത്യേകം കർത്താവിന്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. അതിവേഗം അത് വാങ്ങുവാൻ കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധ പിതാവിന്റെ എല്ലാ നിയോഗത്തിനു വേണ്ടി, പിതാവിനോടൊപ്പം തന്നെ ലോകം മുഴുവന് വേണ്ടിയും, ലോകം മുഴുവനുള്ള സർവ്വ ജനപദങ്ങളെ നമുക്ക് സമർപ്പിക്കാം. സഭയെ സമർപ്പിക്കാം. രൂപത അധ്യക്ഷന്മാരെ എല്ലാം സമർപ്പിക്കാം. MCBA സഭയെ അവിടെയുള്ള എല്ലാ ബഹുമാനപ്പെട്ട വൈദ്യ വിദ്യാർത്ഥികളെ 2 മെത്രാന്മാരെയും സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇവിടെ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദ്യരെ സമർപ്പിക്കാം. രോഗികളായിട്ടുള്ള ബഹുമാനപ്പെട്ട വൈദ്യരുണ്ട്, അവരെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം ഇവിടെ വന്നിരിക്കുന്ന ഏതാനും മക്കളെ ഉണ്ടെങ്കിലും അവിടെ പ്രിയപ്പെട്ടവരെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, അവിടുന്ന് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കാൻ തടസ്സമായിട്ടുള്ളത് എല്ലാം പൂർണ്ണമായി ഇപ്പോൾ മാറ്റി തന്നെ ഞങ്ങളിൽ ഉള്ളിൽ കടന്നു വന്ന് വസിക്കണമേന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവഹിതം നിറവേറുവാൻ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം, നമ്മൾ കൊണ്ടുവന്ന നിയമങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഞങ്ങളുടെ ഇഷ്ടമല്ല, ദൈവഹിതം ദൈവേഷ്ടം നിറവേറട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് മാത്രം ആഗ്രഹിക്കുക, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിനെ ലഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹം കൊണ്ട് നിറയും. ഒരു നിമിഷം നമ്മൾ എല്ലാവരും ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ആത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലം കൊണ്ട് നമ്മളെ ഈ നിമിഷം സമ്പന്നമാക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ദുഃഖിതരെ, വേദന അനുഭവിക്കുന്ന രോഗികളെ, ക്ലേശിതരെ എല്ലാവരെയും സമർപ്പിക്കാം. ദരിദ്രരുണ്ട്, ചെറിയൊരു വലിയവരുണ്ട്, എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ കരുണ ഈ നിമിഷം ഒഴുകുകയാണ് ഈ മക്കളിലേക്ക്. കർത്താവെ, അവിടുന്ന് കടന്നു വന്ന് അനുഗ്രഹിക്കണേ. 2 കരങ്ങളും നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ ഭവനത്തെ, ഞങ്ങളുടെ വസ്തുക്കളെ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെയും കുഞ്ഞുങ്ങളുടെ പഠന മേഖല എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദിവ്യാന്റെ സന്നിധിയിലേക്ക് സ്മിത എന്നൊരു മകളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ വയറ്റിൽ അതിശക്തമായ വയറുവേദനയും വയറുവീക്കമായിട്ട് ഭാരപ്പെടുന്നു. ഈ മകളോടൊപ്പം ഇതുപോലെ അസ്വസ്ഥയുള്ള എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ജോലിക്കായി ആഗ്രഹിക്കുന്ന ഐറിൻ എന്ന മകളെ സമർപ്പിക്കുന്നു. ആ മകളുടെ കുറവുകളെല്ലാം നികത്തി ആ മകൾക്ക് നല്ലവണ്ണം പരീക്ഷ എഴുതുവാൻ, ബാങ്ക് ടെസ്റ്റ് പരീക്ഷയിൽ പാസ്സാകുവാൻ നല്ലൊരു ജോലിക്ക് വേണ്ടി മകളെ ഒരുക്കണമേ നമുക്ക് സമർപ്പിക്കാം. 3rd year BS നേഴ്സിംഗ് പഠിക്കുന്ന മകൾക്ക് പരീക്ഷ തുടങ്ങുന്ന നല്ല ഉന്നത വിജയത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് അൽഫോൻസ എന്ന മകളെയും മകളുടെ നേഴ്സിംഗ് മേഖലയും പരീക്ഷയും പ്രത്യേകം സമർപ്പിക്കുന്നു. ആ മകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പെടലിയുടെ വേദന, അസ്വസ്ഥതകളെല്ലാം പൂർണ്ണമായി വിടുതൽ ലഭിക്കുന്നതിനായിട്ട് സമർപ്പിക്കുന്നു. MBA പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്ന ടിജുവിന് നല്ല മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി, നല്ല ജോലിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ലിജു എന്ന മകന് നേഴ്സിംഗ് ജോലി കിട്ടുവാൻ അബുദാബിയിലേക്ക് വിസയ്ക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ തടസ്സം മാറുന്നതിന് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നു. കിടപ്പാടമില്ലാതെ കിടപ്പാടം ലഭിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സഹോദരനെ ഇപ്പോൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ടൊരു ഇതുപോലെ കിടപ്പാടം ഇല്ലാതെ വിഷമിക്കുന്ന മക്കളൊക്കെ, വസ്തുക്കളില്ലാത്ത മക്കളെ കർത്താവ് ഒരുക്കട്ടെ, ഭവനം ഒരുക്കട്ടെ. കർത്താവ് ഭവനം പണിയട്ടെ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. വിദേശത്ത് ജോലി കിട്ടുവാൻ വേണ്ടി യാചിക്കുന്ന മറ്റൊരു സഹോദരനെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായ പരീക്ഷ ജിസോ എന്ന മകളെ സമർപ്പിക്കുന്നു. വർഗീസ് മറിയാമ എന്നീ മക്കളുടെ രോഗസൗഖ്യത്തിന് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നു. അലക്സ് ജോഷ്ലി എന്നീ മക്കളെ ദമ്പതികളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥന എഴുതുന്നു. മക്കളില്ലാത്ത ദമ്പതികൾ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അച്ഛനെ കണ്ട് ഇത്ര ആരാധന കൊടുവാന്, കുർബാനയെ പങ്കുകൊണ്ട് ആഗ്രഹിച്ച് വന്നിരിക്കുന്ന മക്കളെ കർത്താവെ അനുഗ്രഹിക്കണേ. റെയിൻസി ജോസിനെ സമർപ്പിക്കുന്ന കർത്താവെ കടന്നു വരണമേ. കർത്താവെ, അവരുടെ തടസ്സം മാറ്റി കൊടുക്കണമേ. ഒരു കുഞ്ഞിനെ ലഭിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. 15-16 വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ദമ്പതികളുണ്ട്. കർത്താവെ, മധ്യത മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കണേ. കർത്താവെ, അബ്രാഹിനെയും സാറായെ അനുഗ്രഹിച്ച കർത്താവെ, ഈ മക്കളിൽ പ്രവർത്തിക്കണമേ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജെയ്സൺ എന്ന മകനെ ബാങ്കേഴ്സ് എഴുതുന്നതിന് വേണ്ടി ഈശോയുടെ കരങ്ങളിലേക്ക് അത് സമർപ്പിക്കുന്ന മകനെ അനുഗ്രഹിക്കണേ. പാസ്സാകുവാൻ ജോലി ലഭിക്കുന്നതിനും സമർപ്പിക്കുന്നു. കണ്ണിന് ഓപ്പറേഷൻ പറഞ്ഞിട്ട് ചികിത്സയ്ക്ക് നിവർത്തിയില്ലാതെ കഴിയുന്ന മറിയാമ എന്ന സഹോദരിയുടെ കണ്ണിന്റെ കാഴ്ച കർത്താവ് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണിന് കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്ത, സംസാര തടസ്സമുള്ള മക്കളെ കർത്താവ് ഇപ്പോൾ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് തോമസ് ജീഷ എന്നീ മക്കളെ സമർപ്പിക്കുന്നു. ഈ ദമ്പതികളൊക്കെ ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കുന്നു. ആ മകന് തോമസ് എന്ന മകന്റെ പ്രഷർ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ട് കിട്ടുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകമായിട്ട് ആ കുടുംബത്തിന്റെ കടബാധ്യതകളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് സെലിൻ തോമസ് എന്ന മകളുടെ ആ മകളുടെ കുടുംബത്തെയും സാബുവിനെയും പ്രത്യേകം സമർപ്പിക്കുന്നു. ആ കുടുംബം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും സമാധാനം ഇല്ലായ്മയെ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നല്ലതിന് എന്ന മകൾക്ക് വേണ്ടി ജോലിക്ക് തടസ്സം മാറുന്നതിന് വേണ്ടി പ്രത്യേകം ഇപ്പോൾ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന യുവാക്കളെ, യുവതികളെ കാലതാമസം മാറ്റി കൊടുക്കണമേ. പഠന
പഠനം പൂർത്തിയായിട്ട് നിൽക്കുന്ന മക്കളുണ്ട്. അവരെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ജെയ്സൺ, ലിൻസി എന്ന മകളെയും വിൽസൺ എന്ന മകളെയും പ്രത്യേകം സമർപ്പിക്കുന്നു ദിവ്യാന്റെ സന്നിധിയിലേക്ക്. ജോയൽ എന്നൊരു മകനെ ഇപ്പോൾ സമർപ്പിക്കുന്നു ദിവ്യാന്റെ സന്നിധിയിലേക്ക്. അന്നമ്മ എന്ന മകളെ സമർപ്പിച്ചിരിക്കുന്നു. ഇളയ മകന് വേണ്ടി, മകളുടെ തെറ്റായ കൂട്ടുകെട്ടിൽ ബന്ധത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി, മാനസാന്തരം ലഭിക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ പിതാവിന്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി, കുടുംബത്തിലെ അസ്വസ്ഥതകളും ശാരീരിക രോഗങ്ങളും മാറുന്നതിന് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നു ദിവ്യാന്റെ സന്നിധിയിലേക്ക്. മകന് നല്ല ജോലി കിട്ടുവാനും മരുമകന്റെ മദ്യപാനം മാറുവാൻ വേണ്ടി പ്രത്യേകം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജോബിന്റെ വിവാഹ തടസ്സ കർത്താവ് ഈ നിമിഷം മാറ്റി കൊടുക്കട്ടെ. ഒരു ഭവനം പണിയാൻ ആഗ്രഹിക്കുന്ന കർത്താവ് അവരുടെ ആഗ്രഹത്തെ സാധിച്ചു കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ജില്ലു വർഗീസിന്റെ നഴ്സിംഗ് പഠനം കഴിഞ്ഞ് നല്ല ജോലിക്ക് വേണ്ടി വാതിൽ തുറന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്ന ആ മകളെ സമർപ്പിക്കുന്നു. ഒരു ഭവനത്തെ സമർപ്പിക്കുന്നു. കടബാധിതരാൽ ഭാരപ്പെടുന്നു. കടബാധിത മാറുവാൻ വേണ്ടി, മകന്റെ വിവാഹം നടക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നു. ജീവിത മാർഗമില്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബത്തെ സമർപ്പിക്കുന്നു. ഒരു മെഡിക്കൽ സ്റ്റോർ ആരംഭിക്കാൻ തയ്യാറാകുന്നു. അതിന്റെ പ്രവർത്തന വിജയത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുടുംബത്തെ ഇപ്പോൾ ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജീവിത പങ്കാളിയുടെ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാന്, കുടുംബത്തിൽ ശാന്തി സമാധാനം ലഭിക്കാനുള്ള കുടുംബത്തെ ഇപ്പോൾ സമർപ്പിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ് ദമ്പതികൾ പ്രത്യേകം സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ആ മകളുടെ യൂട്രസിലുള്ള മുഴ മാറുന്നതിന് വേണ്ടി പ്രത്യേകം സമർപ്പിക്കുന്നു. ആ തടസ്സം മാറി ഒരു കുഞ്ഞിനെ കിട്ടുവാനായിട്ട് ആ മകളുടെ ആഗ്രഹത്തെ സമർപ്പിക്കുന്നു. ജോലി സാധ്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മകളെ സമർപ്പിക്കുന്നു. വണ്ടി വീക്കുവാനുള്ള തടസ്സം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശരീരമായ അസ്വസ്ഥത മാറുന്നതിന് വേണ്ടി ആ മകളെ സമർപ്പിക്കുന്നു. കരുണാകരൻ എന്ന മകനെ സമർപ്പിക്കുന്നു. മകന് നന്നായി വരുവാന്, മാതാപിതാക്കളെ അനുസരിച്ച് വിധേയത്തുള്ള മകനായി തീരുവാൻ വേണ്ടി, പ്രത്യേകിച്ച് മാതാപിതാക്കളുടെ രോഗവിടകൾ മാറുന്നതിന് വേണ്ടി ഇപ്പോൾ സമർപ്പിക്കുന്നു. ഉദര സംബന്ധമായ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരു മകളെ ഇപ്പോൾ സമർപ്പിക്കുന്നു. മകളുടെ ഉദര രോഗം കർത്താവ് എടുത്തു മാറ്റട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു മകനെ വിവാഹ തടസ്സം കർത്താവ് ഇപ്പോൾ ഈ നിമിഷം മാറ്റി കൊടുക്കട്ടെ. പ്രത്യേകം സമർപ്പിക്കുന്നു. സോണിയ എന്ന മകളുടെ വിവാഹ കാര്യത്തിൽ തീർപ്പ് ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ കർത്താവ് ഇടപെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ടോണി എന്നൊരു മകന്റെ ജോലി കാര്യത്തിലുള്ള തടസ്സം കർത്താവ് ഈ നിമിഷം എടുത്തു മാറ്റുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് ഒരു സ്ഥിരമായ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മകനെ സമർപ്പിച്ചിരിക്കുന്നു. മക്കളുടെ പഠന മേഖലയും പ്രത്യേക ഈശോയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യാതൊരുവിധ തിന്മയുടെ കൂട്ടുകെട്ടിലും പെടാതെ മക്കളെ നല്ല രീതിയിൽ കർത്താവ് ഒരുക്കി ദൈവവൈദ്യലാക്കണമേ എന്ന് ഇപ്പോൾ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എംടെക്കിന്റെ പരീക്ഷ ആരംഭിക്കുന്ന മകനെ സമർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് ബിടെക് എംടെക് പരീക്ഷകൾ കഴിഞ്ഞ മക്കളെ ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ മൂലം ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന ജോളി എന്ന മകളുടെ ക്യാൻസർ രോഗം കർത്താവ് പൂർണ്ണമായി മാറ്റിക്കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ക്യാൻസർ രോഗികളെയും ഇപ്പോൾ സമർപ്പിക്കാം. ലിവർ സിറോസിസ്, കിഡ്നി ഫെയിലിയർ, ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി ഒരുങ്ങുന്ന മകനെയും, കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള മകനെയും ഇപ്പോൾ കർത്താവ് തൊട്ട് സൗഖ്യം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് മയറ്റു എന്ന മകന്റെ പഠന വൈദ്യന്റെ കർത്താവ് എടുത്തു മാറ്റിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് എഞ്ചിനീയർ മേഖലയിൽ ഒരു മകനെ ഇപ്പോൾ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് സമർപ്പിക്കുന്നു. BSc നഴ്സിംഗിന്റെ പരീക്ഷ കഴിഞ്ഞിരിക്കുന്ന ജീവനെ ഇപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വളരെയധികമായി ഭാരപ്പെടുന്ന 4 മാസമായി ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി വ്രണങ്ങളായി കഴിയുന്ന മകളെ കർത്താവ് ഇപ്പോൾ തൊട്ട് സൗഖ്യപ്പെടുത്തട്ടെ. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തൊലിപ്പറമയുടെ രോഗത്താൽ ഭാരപ്പെടുന്ന സാം ജേക്കബിനെ കർത്താവ് ശരീരത്തിന്റെ തൊക്കുപറമയുള്ള രോഗം കർത്താവ് പൂർണ്ണമായി ഈ നിമിഷം തൊക്കുപറമയുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളുണ്ടെങ്കിൽ ഈ നിമിഷം അവരുടെ രോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് തൊട്ട് സൗഖ്യം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യാന്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെ നമുക്ക് സമർപ്പിക്കാം. കുടുംബത്തിൽ സമാധാനമില്ലാതെ ദമ്പതികൾ ഭാര്യ ഭർത്താക്കന്മാർ വേർപിരിഞ്ഞിരിക്കുന്ന അമ്മകളെ പ്രത്യേകം സമർപ്പിക്കാം. കേസ് സംബന്ധമായ പ്രശ്നത്തിലായിരിക്കുന്ന മക്കളെ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. പ്രത്യേകിച്ച് ഇവിടെ എഴുതി തന്നതോടൊപ്പം അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കാം. കർത്താവെ ചോദ്യം തരപ്പെടും, അന്വേഷണം കണ്ടെത്തി കുട്ടിയും തുറക്കപ്പെടും എന്നാണ് കർത്താവെ ഇതാ ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങള് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇതാ സമർപ്പിക്കും. ഒരു സഭയുടെ മധ്യസ്ഥ വഴി ഇതാ സമർപ്പിക്കുന്ന അനുഗ്രഹിക്കുന്ന നാഥ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്ക് പ്രാർത്ഥിക്കാം, സ്തുതിക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങൾ വന്ന് നിറയണമേ, നിറയണമേ, നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. കർത്താവിന്റെ കരങ്ങളിൽ നിമിഷം കടമേ തൊടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാകണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമേനി സ്വർഗ്ഗത്തിലെ പരിഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനം ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ പറയുമേ, സുസ്ഥിരയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടലാകുന്നു.
അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നികളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ മധ്യകാരണത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അറിയ സ്വർഗത്തിൽ എഴുന്നള്ളിയുടനെയും മറിയത്തെ ലോകരാജ്ഞയും എടുത്തേൽപ്പിച്ചു എന്ന് ധ്യാനിക്കാം. ഈ ദിവസം ചിലപ്പോൾ നമുക്ക് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മളെ നയിക്കേണ്ടത് ഈ ഒക്ടോബർ മാസം സമ്പൂർണ്ണ ജപമാല ചെല്ലാൻ കഴിയുന്നവരെല്ലാവരും ചെല്ലണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അമ്മയോടൊന്നും പറയാം നമ്മളെ നയിക്കാൻ, ദുഷ്ടാരൂപിയുടെ എല്ലാവിധ ചെയ്തികളിൽ നിന്നും തിന്മകളിൽ നിന്നും മോചനം പ്രാപിക്കാൻ. ആരൊക്കെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടും അത് എന്തേ ഈ പ്രാർത്ഥന കേൾക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട്, എന്തുകൊണ്ട് കർത്താവേ ഈ പ്രലോഭനം അനുവദിച്ചു, എന്തുകൊണ്ട് ഈ സകലം അനുവദിച്ചു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് നിൽക്കുമ്പോൾ അമ്മയുണ്ട് കൂട്ട്. പേടിക്കേണ്ട, ഞാനുണ്ട്. അമ്മ ഏറ്റുവാങ്ങിയതാണെങ്കിൽ, അമ്മ ഉത്തരവാദിത്വം കുരിശൻ ചുവട്ടി വെച്ച് ഏറ്റുവാങ്ങിയതാണെങ്കിൽ അമ്മ നിറവേറ്റിക്കപ്പെട്ടവരെ ഈ ജപമാല ചൊല്ലിക്കൊണ്ട് ഈ മാസം കൂടുതൽ അഭിഷേകത്തോടുകൂടി അതിൻ്റെ ഫലം മുഴുവൻ, ഇതിൻ്റെ നന്മ മുഴുവൻ, തിരുസഭ മുഴുവനും ലഭിക്കണം. പരിശുദ്ധ പിതാവടക്കമുള്ള ലോകം മുഴുവനും അത് ലഭിക്കണം. എല്ലാ പുരോഹിതന്മാർക്കും അത് ലഭിക്കണം. എല്ലാ സമർപ്പിതർക്കും അത് ലഭിക്കണം. എല്ലാ ശുശ്രൂഷകൾക്കും ലഭിക്കണം. ലോകം മുഴുവനും ക്രൈസ്തവരാകട്ടെ അക്രൈസ്തവരാകട്ടെ അകത്തോലിക്കലാകട്ടെ നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും അത് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മയെ കൊണ്ടുപിടിച്ചുകൊണ്ട് നമുക്ക് പാട്ടുപാടി ദൈവത്തിന് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം നമ്മളെ നയിക്കുവാൻ നന്മയിലേക്ക് നയിക്കുവാൻ, പിശാചിന്റെ സകല പ്രലോഭനങ്ങളെയും അതിജീവിച്ച് നയിക്കുവാനുള്ള കൽപ്പ് ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പാട്ടുപാടി സൈനാധിപേ, സൈനാധിപേ,
പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോ ക്ഷമിക്കണമേ. പിന്നെ രോഷങ്ങളെ രക്ഷിക്കണമേ. രാജ്യം ശക്തിയും നീക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, യൂദന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, ശ്രീയന്മാരായ വിശുദ്ധ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായ ഞങ്ങളെ ഏറ്റവും പാവികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ വെച്ച് പ്രാർത്ഥനയുടെ കൃതനോടൊന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിന്റെ തൃപ്പാദങ്ങൾ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.